ഹായ് സ്റ്റുഡൻസ്. ഒരുപാട് കുട്ടികൾ മെസ്സേജ് ആയിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടും കമന്റ് ആയിട്ടും ഒക്കെ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഏത് വെബ്സൈറ്റിലാണ് PTക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. ആൽഫ PT, ഗുരുവി, ലാംഗ്വേജ് അക്കാഡമി, റിയൽ PT, അങ്ങനെ ഇഷ്ടംപോലെ വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷെ ഇതിൽ ഏത് നമുക്ക് വിശ്വസിക്കാം? ഏതാണ് റിയൽ എക്സാം അല്ലെങ്കിൽ പിയേഴ്സൺ PT ആയിട്ട് ഏതാണ് ആക്യുറേറ്റ് ആയിട്ടുള്ളത് എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ഇവരെല്ലാവരും നമ്മുടെ അടുത്ത് ഒരു 96 അല്ലെങ്കിൽ 99% ആക്യുറസി ഒക്കെ അവർ പറയുന്നുണ്ടാവും. അവരുടെ വെബ്സൈറ്റിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആണ് എന്നാണ് അവർ പറയാറ്. പക്ഷേ ഇപ്പം നമ്മളിപ്പോ ഒരു ആൽഫ PT, ഫോർ എക്സാമ്പിൾ ആൽഫ PT നമ്മൾ എടുക്കുകയാണെങ്കിൽ ചില കുട്ടികൾ പറയുന്ന കേൾക്കും, ആൽഫ PTയിൽ ഭയങ്കര സ്പീഡിൽ വായിച്ചാൽ മാത്രമേ സ്കോർ കൂടുതൽ കിട്ടാറുള്ളൂ. ഓക്കെ, ആൽഫ PTയിൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടായിരിക്കും, അതിന്റെ സ്കോറിങ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് ആൽഫ PTയിൽ ഉള്ളത്. ഇനി ഗുരുളി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗുരുളിയിൽ സ്പീക്കിങ്ങിന്റെ ടാസ്കുകൾ വരുമ്പോഴത്തേനും ഒരു 50% കൂടുതൽ കണ്ടന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പം സ്കോറിംഗ് വൈസ് വരുമ്പോൾ ഗുരുളിയിൽ നമുക്ക് കുറച്ചുകൂടെ സ്കോർ കിട്ടും. ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവിടെ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വൺസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം, ഞാനിപ്പോ എന്റെ എക്സാമിന് പ്രാക്ടീസ് ചെയ്തപ്പം ആ സമയത്ത് ലാംഗ്വേജ് അക്കാഡമിയിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. അതൊരു പ്രീമിയം മെമ്പർ ആവേണ്ട ആവശ്യമില്ലായിരുന്നു, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. ഒരു ദിവസം നമുക്ക് എത്ര വേണേലും പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഞാൻ ലാംഗ്വേജ് അക്കാഡമിയിലും പ്രാക്ടീസ് ചെയ്യായിരുന്നു, ഗുരുളിയിലും പെയ്ഡ് മെമ്പർ ആയിട്ട് ഗുരുളിയിലും പ്രാക്ടീസ് ചെയ്യായിരുന്നു. എന്നിട്ട് ആൽഫ PTയിൽ ഒരു ഡെയിലി നമുക്ക് അന്നേരം ഫ്രീ ആയിട്ട് 5 ക്വസ്റ്റ്യൻസ് കിട്ടുമായിരുന്നു. അങ്ങനെയായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ ഏത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോ പറയുന്നത്. ഗുരുളിയില് ഇപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയാണ്, അയ്യോ മാർക്ക് കയറുന്നില്ലോ ഇല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് കുറയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഗുരുളിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നേരത്തെയൊക്കെ ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ, അതായത് ഒരു 1 ഇയർ മുന്നേ ആയിട്ട് ഗുരുളിയിൽ നമ്മൾ ഫുൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ മോക്ക് ടെസ്റ്റ് എടുത്താൽ ആ ഗുരുളിയിലെ മോക്ക് ടെസ്റ്റിന് കിട്ടുന്ന മാർക്കിനേക്കാളും 5 or 6 മാർക്ക് എക്സ്ട്രാ നമുക്ക് എക്സാമിന് കിട്ടുമായിരുന്നു. അപ്പൊ ഗുരുളിയിൽ നമുക്കൊരു 65 മാർക്ക് കിട്ടിയാൽ എക്സാമിന് എന്താണേലും ഒരു 71, 72 ആ ഒരു റേഞ്ചിൽ എക്സാമിന് മാർക്ക് കിട്ടുന്നുണ്ട്. അത് കറക്റ്റ് ആയിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേനും ഗുരുളിയിൽ നമുക്ക് അത്ര സ്കോർ കിട്ടിയാലും അത്രയും സ്കോർ ഒന്നും നമുക്ക് എക്സാമിന് കിട്ടാറില്ല. ചിലപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും, ചിലപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, ആൽഫ PTയിലും ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും ആൽഫ PTയിൽ എത്രയാണോ സ്കോർ കിട്ടുന്നത് ആ എക്സാക്ട് ആ സെയിം സ്കോർ ആയിരുന്നു നമുക്ക് റിയൽ എക്സാമിന് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ചില സ്റ്റുഡൻസിന് ആൽഫ PTയിലൊക്കെ ചെയ്യുമ്പോഴത്തേനും 75 സ്കോർ കിട്ടുന്നുണ്ടായിരിക്കും ഓവറോൾ, പക്ഷെ എക്സാമിന് വരുമ്പോഴത്തേനും അവർക്കൊരു 65 അങ്ങനെ കിട്ടാറുണ്ട്. ഇനി ആപ്പ് യൂണി എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ അതിന്റെ ഒരു ആപ്പ് ഉണ്ട്. അതാണെങ്കിൽ ഒരുപാട് കുട്ടികൾ സ്പീക്കിംഗിൽ അതിൻ്റെ അകത്ത് പോയി ചെയ്തിട്ട് അവർക്ക് നന്നായിട്ട് സ്കോർ കയറുന്നുണ്ടെന്ന് പറയാം. അതിൻ്റെ അകത്ത് 80 ഒക്കെ സ്കോർ കാണിക്കും, പക്ഷെ എക്സാമിന് ഒരു 30 അത്രയും സ്കോർ കിട്ടത്തുള്ളൂ. അത്രയും വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലതാണ്. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ഒക്കെ അതിന്റെ സെയിം ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആൽഫ PTയിലാണെങ്കിലും അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റീഡിങ്ങിന്റെ അകത്തൊക്കെ അതിന്റെ സെയിം ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം കിട്ടാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല, അയ്യോ ഞാൻ ഇത്രയും മോക്ക് ടെസ്റ്റ് ചെയ്തു അപ്പം എനിക്ക് ഈ ഏകദേശം ഈ ഒരു സ്കോർ ആണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് ഉണ്ടാകരുത്. നിങ്ങൾ എല്ലാത്തിലും പ്രാക്ടീസ് ചെയ്യുക, പറ്റുന്നതിൽ എല്ലാത്തിലും പ്രാക്ടീസ് ചെയ്യുക. ഒരു 3 ഡിഫറെന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കോറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഈ സ്കോറിങ്ങിന് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസിന് എങ്ങനെ ഓരോന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് അറിയാനും എല്ലാം ടൈം എങ്ങനെ മാനേജ് ചെയ്യണമെന്നും ഒക്കെ അറിയാനായിട്ടാണ് നിങ്ങൾ ഫുൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടത്. അത്യാവശ്യം വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തികളാണെങ്കിൽ മൺസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഡെയിലി ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ ആണ് എന്നറിയാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ ടൈം മാനേജ് ചെയ്യണം എന്നറിയണമെങ്കിൽ നമുക്ക് ഡെയിലി ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ചില കുട്ടികൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ 60 മാർക്ക് കിട്ടി, നാളെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ 62 കിട്ടി, മറ്റന്നാൾ ചെയ്തപ്പം 55 കിട്ടി. അപ്പൊ ആ 55 കിട്ടുമ്പോൾ അവർ ആ കോൺഫിഡൻസ് ലെവൽ മൊത്തവും അങ്ങ് കുറയും, പിന്നെ അവർക്ക് ടെൻഷനാകും. അപ്പൊ അങ്ങനെ ടെൻഷനുള്ള ആൾക്കാർ ഒരു 4-5 ഒക്കെ ചെയ്താൽ മതി. അല്ലാത്തത് പറ്റുന്നത്ര മോക്ക് ടെസ്റ്റുകൾ എപ്പോഴും ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ
PT എക്സാമിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 മണിക്കൂർ നമ്മൾ എങ്ങനെയാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മളുടെ എക്സാമിന്റെ റിസൾട്ട്. നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ഭയങ്കര കൂളായിട്ട് ടെൻഷൻ ഇല്ലാതെ എക്സാം ഉണ്ട്. എല്ലാവർക്കും എക്സാം സെന്ററിലേക്ക് കയറുമ്പോൾ ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ടെൻഷൻ ഇല്ലാണ്ടാക്കാനായിട്ടാണ് ഫസ്റ്റ് നമുക്കൊരു പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു സെഷൻ ഉള്ളത്. ഓക്കെ, ആ സമയം കഴിയുമ്പോഴേ നിങ്ങളുടെ ടെൻഷൻ പോകണം. കാരണം ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോ ക്വസ്റ്റിനെ അത് എഫക്ട് ചെയ്യും. പ്രത്യേകിച്ച് ആദ്യം സ്പീക്കിംഗ് അല്ലേ വരുന്നത്, അത് ഭയങ്കരമായിട്ട് അതിനെ എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാത്തിലും പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് ആൽഫാബീറ്റിൽ 75 കിട്ടിയിട്ടുണ്ടല്ലോ, പക്ഷെ എക്സാമിന് ചെന്നപ്പോൾ അത്രയും കിട്ടണം എന്നൊരു 50 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾ വിളിച്ച് പറയാറുണ്ട്. പിന്നെ സെന്റേഴ്സിൽ ഇതിലിപ്പം ലോകത്ത് എവിടെയാണെങ്കിലും സെന്റേഴ്സിലൊക്കെ ടെക്നിക്കൽ എറേഴ്സ് ഒക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ, ഇപ്പം ടെക്നിക്കൽ എറർ സംഭവിച്ചു, അത് അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് PSNകാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് തിരിച്ചൊരു കൂപ്പൺ കോഡ് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വേറൊരു ദിവസം എക്സാം എഴുതാൻ പറ്റും. പക്ഷെ ചില കുട്ടികൾക്ക് എക്സാമിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന നന്നായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു 80+ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് റിയൽ എക്സാമിന് വരുമ്പോൾ സ്പീക്കിങ്ങിനൊക്കെ ചിലപ്പോൾ 60s ആ ഒരു റേഞ്ചിലൊക്കെ റിസൾട്ട് വരാറുണ്ട്. അപ്പം അതും എന്തെങ്കിലും ഇറേഴ്സ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്കൊരിക്കലും ഇറേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും ഇല്ല. അപ്പൊ അവർ പറയുന്നത് AI സ്കോറിംഗ് ആണെന്ന് അവർ പറയത്തുള്ളൂ. അപ്പം ആരും ഇതുവരെ റീവാലുവേഷന് കൊടുത്തിട്ടില്ല. കാരണം റീവാലുവേഷന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സാം ഫീസിന്റെ ഓൾമോസ്റ്റ് അടുത്ത് തന്നെയായിരിക്കും ഒരു റീവാലുവേഷൻ ഫീസ് വരുന്നത്. അപ്പൊ റീവാലുവേഷൻ്റെ അകത്ത് എന്തെങ്കിലും മാർക്കിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫുൾ ക്യാഷ് റീഫണ്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ആ പൈസ പോകാം. അതുകൊണ്ട് തന്നെ ആരും റീവാലുവേഷൻ കൊടുക്കാറില്ല, എല്ലാവരും വീണ്ടും ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഏത് സെന്റേഴ്സിൽ വേണമെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ വരാം. അപ്പൊ ഈ ഒരു 2 മണിക്കൂർ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു ലക്ക് എന്നുള്ള എല്ലാ കാര്യങ്ങളിലും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ചില കുട്ടികൾക്ക് ഞാൻ പറയില്ല, നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ആ ഒരു സ്കോർ കിട്ടണമെന്നില്ല. ഭയങ്കര ചിലപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു ടെൻഷൻ ആയിരിക്കും. ചില കുട്ടികൾക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് എക്സാമിന് അവർക്ക് വേണ്ട റിക്വയർഡ് സ്കോർ കിട്ടുന്നത് അവർ കൂളായിട്ട് ചെയ്യും. നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കണം. കൂളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാത്തിലും ലാംഗ്വേജ് അക്കാഡമിയിൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാത്തിലും നിങ്ങൾ പ്രീമിയം എടുക്കണ്ട, ഏതെങ്കിലും ഒരെണ്ണത്തിൽ പ്രീമിയം എടുത്താൽ മതി. ബാക്കി എല്ലാത്തിലും 5 ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പൊ ആൽഫ PT ഗുരുലിയിൽ മിക്കവാറും കോൺഫിഡൻസ് കുറയുന്നു എന്ന് കാണുമ്പോഴത്തേനും ഗുരുലിയിൽ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. പിന്നെ ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഗുരുലിയിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല, കുറച്ചുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് ജനമൻ അക്കാഡമിയിൽ നമുക്ക് പിയേഴ്സൺ PTയുടെ പേഴ്സണലൈസ്ഡ് ഓൺലൈൻ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. PT അക്കാഡമിക്, PT കോർ ആൻഡ് PT അക്കാഡമിക് UKVIക്ക് പേഴ്സണലൈസ്ഡ് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ബിസി ആയിട്ടുള്ള ഒരു ആൾക്കാരാണെങ്കിൽ 2-3 ഷിഫ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ നിങ്ങൾക്ക് എക്സാം എഴുതണം, പക്ഷെ ഒരു പേഴ്സണൽ കോച്ചിങ്ങിന് കയറാനുള്ള സമയം നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ janmanacademy.com അല്ലെങ്കിൽ procurepg.com നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ കൺവീനിയൻസിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സസ് വാച്ച് ചെയ്തിട്ട് പയ്യെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് വേണേലും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. താങ്ക് യു.